ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറുഭാഗത്ത് UDF ആകട്ടെ CPM-ൽ നിന്നും നിരവധി ആളുകളെ ചാക്കിട്ട് പിടിക്കാനും പാർട്ടിയിൽ നിന്നും അടർത്തിയെടുക്കാനും ഏറ്റവും ഒടുവിൽ ഐഷ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് പിടിക്കാനുമായി ശ്രമിച്ചുകൊണ്ട് ഒരു ബഹുജന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് വിമത ശല്യം CPM-നെ കൂടുതൽ വെട്ടിലാക്കുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ചായിരിക്കും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ DMP ഒരു പുതിയ പാർട്ടിയായി രൂപീകരിക്കാൻ നീക്കം നടക്കുന്നത്. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിക്കുമെന്ന വിവരവും കിട്ടുന്നു. പാലക്കാട് ഉടൻ തന്നെ വിമത കൺവെൻഷൻ എന്ന രീതിയിൽ CPM-ലെ അതൃപ്തരായിട്ടുള്ള നേതാക്കളൊക്കെ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് ഇതിന് നേതൃത്വം വഹിക്കും. കൊഴിഞ്ഞാമ്പാറ, മണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPM വിമതരാണ് പുതിയ പാർട്ടിക്കുള്ള നീക്കം നടത്തുന്നത്. UDF-ന്റെ പിന്തുണയോടെയാണ് ഈ നീക്കം നടത്തുന്നതെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. CPM നേതാവായിരുന്ന PK ശശിയെ പുതിയ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കവും UDF വളരെ സജീവമായി നടത്തുന്നു എന്നുള്ള സൂചന ഇതിനോടകം തന്നെ ലഭ്യമായിരിക്കുന്നു. ശശിക്ക് ഷൊർണൂർ, ഒറ്റപ്പാലം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കോൺഗ്രസ് ഒരുപക്ഷെ വാഗ്ദാനം ചെയ്തേക്കും. ശശിയുടെ നീക്കങ്ങൾ ഇന്നലെ തന്നെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. TTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും വൈകാതെ തന്നെ PK ശശി രാജിവെക്കാനുള്ള സാധ്യതയും ഏറെയാണ്. BJP നേതാവ് പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് UDF കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അത് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രമീള നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരണവും നടത്തി രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് എത്തുമ്പോഴായിരിക്കും ശശിയും പ്രമീളയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPM-ലെയും BJP-ലെയും നേതാക്കൾ UDF-ലേക്കുള്ള പാർട്ടി പ്രവേശനം നടത്തുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പിന്തുണ നൽകാനുള്ളൊരു നീക്കം തന്നെ നടത്തുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെ CPM-നെ സംബന്ധിച്ച് ആകെ മൊത്തം തലങ്ങും വിലങ്ങും പ്രഹരം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. വിമതശല്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൊഴിഞ്ഞുപോക്ക്. ഇതിന് രണ്ടിനും തടയിടാനായി CPM-ന് കഴിയാതെ വരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ അതൊരു വലിയ അടിയായി മാറുമെന്നാണ് കരുതുന്നത്. എന്നാൽ വിമതരൊക്കെ തന്നെ ഒന്ന് സൂക്ഷിക്കുക, ഇന്നോവ നിങ്ങളെ കാത്തും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ നിലവിൽ VS-ന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഇക്കാര്യം സംസ്ഥാന നേതാക്കൾ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുരേഷിനെ മത്സരിപ്പിച്ചാൽ ഇടത് കോട്ട തകർക്കാനും അത് നേടിയെടുക്കാനും UDF-ന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലമ്പുഴയിൽ അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലേക്കാണ് കോൺഗ്രസ്. ഏറെക്കാലം VS-ന്റെ PA ആയിരുന്ന സുരേഷ് UDF സ്വതന്ത്രനായി ഒരുപക്ഷെ ഇവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിച്ചതോടെ UDF-ന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കൂടി ഒരു ഔദ്യോഗിക തുടക്കം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. എന്നാൽ സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യമടക്കം പലവിധ വെല്ലുവിളികൾ മുന്നണി നേതൃത്വം അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കണ്ണൂരിലെ പലവിധ പ്രശ്നങ്ങൾ അത് വളരെ തന്ത്രപൂർവ്വം പരിഹരിച്ചില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഈ ജാഥയ്ക്ക് പിന്നാലെ കൈക്കൊണ്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണ്ണൂരിൽ LDF-നും UDF-നും പ്രാദേശികമായി ശക്തമായ കോട്ടകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 71 ഗ്രാമപഞ്ചായത്തുകളിൽ 48 എണ്ണവും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 എണ്ണവുമാണ് ഗ്രാമീണ മേഖലയിൽ LDF ആധിപത്യം നേടി മുന്നോട്ട് പോകുന്നത്. പയ്യന്നൂർ, ഇരിട്ടി, കൂത്തുപറമ്പ്, തലശ്ശേരി, ആന്തൂർ നഗരസഭകളിലും LDF-ന് ആധിപത്യമുണ്ട് വ്യക്തമായ രീതിയിൽ. എന്നാൽ നഗരമേഖലയിൽ നോക്കിയാൽ UDF-ന്റെ ശക്തമായൊരു സാന്നിധ്യം തന്നെയാണ് UDF-നെ സംബന്ധിച്ച് ഏറെ കരുത്തു പകരുന്നൊരു വിഷയം. കണ്ണൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 36 എണ്ണവും UDF-ന് നേട്ടമായി തന്നെയാണ് മാറിയത്. അത് മുന്നണിയെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെയാണ് പ്രചോദനം നൽകുന്നത്. ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ്, പാനൂർ നഗരസഭകളും 21 ഗ്രാമപഞ്ചായത്തുകളും UDF തന്നെ പിടിച്ചെടുത്തു. പ്രത്യേകിച്ചും CPM ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ പോലും ജയിച്ചതാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDF തന്നെയാണ്. ഏറെ ശ്രദ്ധേയമായി വിലയിരുത്തപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ UDF ഒന്ന് കിണഞ്ഞു പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറാമെന്നാണ് കണക്കുകൂട്ടൽ. ഇനി സാമുദായിക സമവാക്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങളിൽ UDF-ന് അനുകൂല സാധ്യത, ഉറച്ച പിന്തുണ അത് കാലാകാലങ്ങളായി നൽകി പോരുന്നുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്വാധീനമുള്ള മേഖലകളായിട്ടുള്ള ഇരിക്കൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലും
കണ്ണൂർ മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം വോട്ടുകളിലുമൊക്കെ ഏറെ പ്രതീക്ഷ പുലർത്തുകയാണ് മുന്നണി. അഴീക്കോട്ട് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഒരു വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. പലതരത്തിലുള്ള വെല്ലുവിളികളെ ഇത്തവണ കണ്ണൂരിൽ UDF നേരിടേണ്ടതായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ UDF മോശമായ ഒരു പ്രകടനം ഉണ്ടായത് ഇത്തവണ പരിഹരിച്ചില്ല എങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി തന്നെ മാറും. അടിത്തട്ടിൽ തന്നെ സംഘടനാ ശക്തിയുടെ അഭാവത്തെ അത് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയിലുള്ള സീറ്റ് വിഭജന തർക്കം അത് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പിടലപ്പിണക്കം. മുന്നണിക്കുള്ളിൽ ഇപ്പോഴും പിരിമുറുക്കം അതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഗ്രാമമേഖലയിൽ പ്രവർത്തകരെ സജീവമാക്കുന്നതിലും ബൂത്ത് തല സംഘടന ശക്തിപ്പെടുത്തുന്നതിലും LDF ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും വേണമെന്നാണ് നേതൃത്വം ജില്ലാ ഘടകത്തിന് കൊടുത്ത നിർദ്ദേശം. LDF സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അഴിമതി, തൊഴിലില്ലായ്മ, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, CPM നേതാക്കളുടെ ധാർഷ്ട്യം എന്നിവയുള്ള കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി അതിശക്തമായ ഒരു പ്രചാരണം നടത്തുക, അതുമൂലം നമുക്ക് വിജയിച്ച് കയറാമെന്നാണ് UDF നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ യാത്രയിലുടനീളം എടുത്തു പറഞ്ഞ വിഷയം. ഇത് പിന്തുടർന്ന് ജയം സ്വന്തമാക്കാനായി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.